യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ച വാർത്ത സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുന്നുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബം എല്ലാ വഴിയും തേടുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, ഈ വധശിക്ഷയുടെ ഉത്തരവ് അത് പുറത്തിറങ്ങിയത് മുതലുള്ള ആശങ്കയാണ്. എന്താണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരങ്ങൾ? ഇനി എന്തെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ടോ? ശേഷം മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ഇന്ത്യ ഗവൺമെന്റിന് അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച വിവരമുണ്ടോ, ഔദ്യോഗികമാണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് രാവിലെ നൽകിയിരിക്കുന്നത്. മന്ത്രാലയം പറയുന്ന കാര്യം, ഇങ്ങനെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്ന വിവരം ഔദ്യോഗികമായ അറിയിപ്പ് ഇന്ത്യ ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ട്. ഈ നിമിഷപ്രിയയുടെ ബന്ധുക്കൾ, അമ്മ എല്ലാം യമനിൽ നേരിട്ടെത്തി മോചനത്തിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നു എന്നറിയാം. അതിനു വേണ്ട സഹായം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും തുടർന്നും നൽകും. അതായത് മോചനത്തിന് വേണ്ടിയുള്ള സഹായം ഇനിയും തുടർന്നും കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിധി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1 മാസത്തിനകം വിധി നടപ്പാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. പ്രസിഡന്റിന് ദയാഹർജി നൽകിയിരുന്നു. ആ ദയാഹർജിയും തള്ളിയതിന് പിന്നാലെയാണ് 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനവുമായി യമൻ മുന്നോട്ട് പോകുന്നത്. അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് മാപ്പപേക്ഷയ്ക്കൊക്കെ വേണ്ടിയുള്ള ഇടപെടലുകൾ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ഗോത്രവുമായും അവരുടെ കുടുംബവുമായും ഇടപെട്ടുകൊണ്ട് നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാതെ പോയതോടുകൂടിയാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് യമൻ പോയത്. ഇനിയിപ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ പല കേസുകളിലും ഇടപെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ശിക്ഷ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനോ ഇടപെട്ടിട്ടുണ്ട്. സമാനമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. ശരി, അനൂപ് ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എത്ര നാളായി നിമിഷപ്രിയയുടെ അമ്മയടക്കം ഈ എല്ലാ വാതിലുകളും മുട്ടുന്നു മകൾക്ക് വേണ്ടി എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ്